ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡ് വി കമ്പനിയിൽ നിന്ന് പോയി കാണും. അങ്ങനെ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ഇപ്പൊ വി അവിടെ നേരെ മീറിനെ ചെന്ന് വീട്ടിൽ കൊണ്ടാക്കുമ്പോഴാണ് അവളും ചോദിക്കുന്നത്, വി ഇനിയിപ്പം നിന്റെ പ്ലാൻ എന്തുവാ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിനക്ക് എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ഐഡിയ ഒരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഞാനെല്ലാം ആദ്യം തൊട്ട് തുടങ്ങാൻ പോവാ, എന്റെ സ്കിൽ എന്തുവന്ന് ഞാൻ എല്ലാവരും തെളിയിക്കും എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും ഓക്കെ എങ്കിൽ പിന്നെ ഞാനും നിന്റെ കൂടെ തന്നെ കാണും, നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം എന്നിന് അവൾ പറഞ്ഞോട് അവനും, മെറിൻ നീ വിചാരിക്കുന്ന പോലെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല, ഇതിൽ കുറച്ച് റിസ്ക് ഉണ്ട്, നിന്നെ കൊണ്ട് അതൊക്കെ പറ്റുമോ എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ റിസ്ക് എടുക്കുന്നത്, എന്റെ ബോയ് ഫ്രണ്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോണെങ്കിൽ ഞാൻ എപ്പോഴും കൂടെ തന്നെ കാണും, എന്നാലേ എനിക്കും ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാകത്തുള്ളൂ എന്നിന് അവളും അവന് സപ്പോർട്ടിനാണെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം അവളും എല്ലാ വീട്ടിലേക്കും കേക്ക് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബിഗ്നോയുടെ വീടിന്റെ ഫ്രണ്ട് വി നിൽക്കുന്നതാണെന്നത്. ഇത് കണ്ട് അവൾ അടുത്തേക്ക് ചെന്ന്, വി നീ എന്ത് ഇവിടെ ചെയ്യുന്നത് എന്നിന് ഇവൾ ചോദിക്കുമ്പോഴാണ് അവൻ അടുത്തേക്ക് വന്ന് അവളെ കെയർ ചെയ്യാൻ തുടങ്ങും. മെറിൻ ഞാൻ ബിസിനസിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാൻ വന്നേ എന്നിന് അവരുടെ റൊമാൻറ്റിക് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് അവർക്ക് സഹിക്കാൻ പറ്റാതെ, മതി മതി നമുക്ക് ആദ്യം പോയി സംസാരിക്കാം, എനിക്കൊന്ന് നിങ്ങളുടെ ലവ് സ്റ്റഫിനൊന്ന് കാണാൻ വയ്യ എന്നിട്ട് ഇവര് മൂന്നുപേരും കൂടെ പുറത്തേക്ക് പോയി സംസാരിക്കും. അപ്പോഴാണ് ആന്റി നോയും ഇനിയിപ്പോ വി എന്തോ ചെയ്യാൻ പോകും ചോദിക്കുമ്പോഴാണ് അവനും പുതിയതായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യാമെന്ന കാര്യമൊക്കെ പറയും. ഇത് കേട്ട് അവരും അവന് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇതിനു മുമ്പ് വി ജോലിക്കുള്ളപ്പം ഇൻവെസ്റ്റ് ചെയ്ത അവരുടെ പൈസയെ കുറിച്ച് നോണിനോട് ചെന്ന് സംസാരിക്കാൻ പോവാന്ന് അവർ ഇവരോട് പറയും. അതേസമയം ഇപ്പൊ നോണിനെ കാണിക്കുവാണ്, അവനും ചെയ്തൊക്കെ കറക്റ്റ് ആണോ തെറ്റാണോ എന്നറിയാതെ അവൻ മൊത്തത്തിൽ കൺഫ്യൂസ് ആയിരിക്കും. അതിനുശേഷം അവന് ഫ്രഷ് ആയിട്ട് കമ്പനിയെ പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അമ്മ അവൻ അഡ്വൈസ് ചെയ്യുന്നത്, മോനെ നോൺ മറ്റേ ഡാറ്റ ലീക്കായ ആൾക്കാരൊക്കെ ഇല്ലേ അവർക്കൊക്കെ നീ എത്ര പൈസ കൊടുക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്, അത് നിന്റെ പൈസ ആണെങ്കിലും ടാനയുടെ പൈസ ആണെങ്കിലും അവർക്കൊക്കെ നീ കുറച്ച് ചെലവാക്കിയാൽ മതി, കാരണം അവരെ കൊണ്ട് നമുക്കൊന്നും യൂസ് ഇല്ല, നീ അതിലൊന്നും ഫോക്കസ് ചെയ്ത് പെട്ടെന്ന് കുറച്ച് തുക എടുത്ത് അവരെ കവേർഡ് ചെയ്യും എന്നിന് അമ്മ പറയുമ്പോഴാണ് അവനും ദേഷ്യം വന്നിട്ട്, അമ്മേ അവരൊന്നും യൂസ്ലെസ് ആയിട്ടുള്ള ആൾക്കാരല്ല, അവരൊക്കെ എന്റെ കസ്റ്റമേഴ്സാ, ഇതൊക്കെ ഞാൻ നോക്കണം, നിങ്ങൾ ഇതിനെ കുറിച്ച് എന്നോട് സംസാരിക്കണ്ട എന്നിന് അവനും ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അതിനുശേഷം നോണും കമ്പനിയിലേക്ക് ചെല്ലുമ്പോഴാണ് അവന്റെ സെക്രട്ടറി അടുത്തേക്ക് വന്നിട്ട് ഇന്ന് ബിഗ്നോ ഇവിടേക്ക് വരാൻ പോകുന്ന കാര്യം അവനോട് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവന് ഷോക്കായി, എന്തോ ബിഗ്നോ എന്നെ കാണാൻ വേണ്ടി വരുന്നെന്നോ, ഇതിനുമുമ്പ് ഞാൻ ബോസ് അല്ലാത്തപ്പം എന്നെ കാണത്തില്ലെന്നല്ലോ പറഞ്ഞു, ഇപ്പൊ ഞാൻ ബോസ് ആയപ്പം കാണണോ എന്നിന് അവനും ചെറുതായിട്ട് ചിരിക്കുമ്പോഴാണ് അവളെങ്കിൽ പിന്നെ നമ്മൾ ബിസി ആയിട്ടിരിക്കുന്ന പോലെ ആക്ട് ചെയ്തിട്ടേം ചോദിക്കും. അപ്പോഴാണ് അവനും അതിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്കൊന്നും അവരോട് വർക്ക് ചെയ്യാൻ വയ്യ, ഞാൻ ഇന്ന് തന്നെ സംസാരിച്ച് അവരായിട്ടുള്ള ബിസിനസ് ക്യാൻസൽ ചെയ്യാൻ പോവാ എന്നിന് അവൻ അവളോട് പറയും. അതേസമയം വിയും തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവന്റെ അമ്മ അവിടെ കാണത്തില്ല. അങ്ങനെ അവന് ടെൻഷനായി മുകളിലേക്ക് ചെന്ന് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അവിടെ അവന്റെ അമ്മ പഴയ ഫോട്ടോയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവനെ കണ്ടതോടെ അമ്മയും പേടിച്ചുപോയി, നീ ആരാ, എന്റെ മോന്റെ ഫോട്ടോ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, ഇത് ഏതാ സ്ഥലം എന്നിന് അവർ മൊത്തത്തിൽ കൺഫ്യൂസ് ആയിരിക്കുമ്പോഴാണ് അവന് അടുത്തേക്ക് വരാൻ നോക്കുന്നത്. അമ്മേ ഞാൻ നിങ്ങളുടെ മോനാ, ഇത് നമ്മുടെ വീടാ അമ്മ എന്നിന് അവൻ അടുത്തേക്ക് വരാൻ നോക്കുമ്പോഴാണ് അമ്മയും പേടിച്ച് പുറകിലോട്ട് മാറി നിൽക്കും. അതിനുശേഷം അവന് വിഷമിച്ച് അവന്റെ കൂട്ടുകാരൻ ഡോക്ടറിനെ വിളിക്കാൻ വേണ്ടി പോകും. എന്നിട്ട് ഇപ്പൊ ബിഗ്നോയും മീറിനെ വിളിച്ചോണ്ട് നോണിനെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് അവൻ ഇവരെ കണ്ട് അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യും. ബിഗ്നോയ് ഞാൻ നിങ്ങളെ നേരിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നേ, പക്ഷെ അതിനുമ്പേ നിങ്ങൾ ഇവിടേക്ക് വന്ന് എന്നിന് ഇവനും പറയുമ്പോഴാണ് അവരെങ്കിൽ പിന്നെ ഡയറക്റ്റ് ബിസിനസ്സിലോട്ട് പോകാന്ന് പറയും. മിസ്റ്റർ നോൺ ഇതിനുമ്പ് ഞാൻ വി കമ്പനി ഉള്ളപ്പം എന്റെ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു, ആ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് ഇപ്പം എവിടം വരെ ആയെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ എന്നിന് ഇവർ ചോദിക്കുമ്പോഴാണ് അവനും അവന്റെ സെക്രട്ടറി എടുത്ത് ആ ഡോക്യുമെന്റ് എടുക്കാൻ പറയും. മാം ആ ആപ്ലിക്കേഷൻ എവിടം വരെ എത്തുന്നൊക്കെ ഈ ഡോക്യുമെന്റിനകത്തുണ്ട്, പക്ഷെ എനിക്ക് 100% വിശ്വാസമുണ്ട് നിങ്ങൾക്ക് എന്റെ കൂടെ ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലെന്ന്, അതുകൊണ്ട് ഞാനൊരു കാര്യം റെക്കമെൻഡ് ചെയ്യാം, നിങ്ങൾക്ക് എന്നോട് ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്കതൊരു കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് ബിസിനസ് ചെയ്യാം, പക്ഷേ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ എനിക്കും താല്പര്യമില്ല, കാരണം എന്നെ വിശ്വസിക്കാത്തവരെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല എന്നിന് ഇവനും പറയുമ്പോഴാണ് അവരും ചിരിച്ചിട്ട്, എങ്കിൽ പിന്നെ ഡയറക്റ്റ് വിഷയത്തിലോട്ട് തന്നെ വന്നല്ലേ, ഞാൻ ഇത് പറയാൻ വേണ്ടി വന്ന, എനിക്ക് നിന്റെ കൂടെ ബിസിനസ് ചെയ്യാൻ വയ്യ, എങ്കിൽ പിന്നെ മിസ്റ്റർ നോൺ നമ്മുടെ ക്യാൻസൽ ആകാൻ പോകുന്ന കോൺട്രാക്ട് എന്റെ സ്റ്റാഫ് മീറിനോട് കൊടുത്തയച്ചാൽ മതി, കാരണം ഞാൻ ഫുള്ള് ബിസി ആയിരിക്കും എന്നിന് അവരവിടെ നിന്ന് മാസമായിട്ട് ഇറങ്ങിപ്പോകും. അപ്പോഴാണ് ഇത് കണ്ട് മീറിനെ സന്തോഷത്തി, ആന്റി നോയ് നിങ്ങൾ മൊത്തത്തിൽ കലക്കി എന്നിന് അവള് പൊക്കി പറയുമ്പോഴാണ് അവരും പറയുന്നത്, മീറിൻ ഞാൻ ഈ ആഴ്ച അബ്രോഡിൽ പോവാ, അവിടെ വെച്ച് ഞാൻ കുറെ ബിസിനസ്സുകാരെ മീറ്റ് ചെയ്യും, അതുകൊണ്ട് നീ വി പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയെ കുറിച്ച് ഒരു പ്രസന്റേഷൻ റെഡി ആയി കൊണ്ടുവരാൻ പറ, ഞാൻ അവരോടൊക്കെ അത് കാണിച്ച് അവന് ചാൻസ് ഉണ്ടാക്കി തരാം എന്നിന് അവരും പറഞ്ഞിട്ട് മീറിനെ സന്തോഷപ്പെടും. അതേസമയം ഇപ്പം ഡോക്ടർ ഇപ്പൊ അമ്മയെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഓർമ്മയുണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അമ്മയും കൊച്ചുകാലത്തെ വിയെ മാത്രമേ അവർക്ക് ഓർമ്മയുള്ളെന്ന് അറിയും. അതിനുശേഷം ഡോക്ടറും ആ കൊച്ചുകാലത്തെ വിയെ ഇപ്പം ഈ നിൽക്കുന്ന വി എന്ന് പറഞ്ഞ് അവരാദ്യം സമാനപ്പെടുത്തും. അതിനുശേഷം അവനും വിയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിട്ട്, എടാ വി ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞിട്ടില്ല നിന്റെ അമ്മയുടെ അസുഖമൊന്നും ഗുണപ്പെടുത്താൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തി കുറച്ചെങ്കിലും മെമ്മറി നിലനിർത്താൻ പറ്റും, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ അമ്മയ്ക്ക് ബോധം വരുമ്പം അവരോട് തന്നെ സംസാരിക്കുന്ന പോലെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യും, എന്നാല് അവരെപ്പോഴും മറന്നുപോയാൽ ഇങ്ങനെ ടെൻഷൻ ആവാതിരിക്കത്തുള്ളൂ എന്നിന് അവൻ അഡ്വൈസ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം വി അകത്തേക്ക് കയറിയെന്ന് അവന്റെ അമ്മയുടെ അടുത്ത് ഇരിക്കുമ്പോഴാണ് അവനും ചോദിക്കുന്നത്, അമ്മേ നിങ്ങൾക്കിപ്പോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് അവരും പറയുന്നത്, എനിക്ക് ആകെ ഓർമ്മയുള്ളത് നോണ്ടമ്മ എന്നോട് ക്രൂരമായിട്ട് ബിഹേവ് ചെയ്ത് എന്നിന് അവരും പറയുമ്പോഴാണ് വിയും ടെൻഷനായി, നോണ്ടമ്മയോ അവര് നിങ്ങൾ എന്തോ ചെയ്ത എന്നിന് ഇവനും ചോദിക്കുമ്പോഴാണ് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അതായത് വീടച്ഛൻ മരിച്ചു പോയപ്പം ഇവര് വിഷമിച്ച് പൊട്ടിക്കറിഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് നോണ്ടമ്മയും വന്നിട്ട്, നീറോമ്പൻ ഇനി വീട്ടിൽ കിടന്ന്
കിടന്ന് കരഞ്ഞോണ്ടിരിക്കാൻ പോകണോ? ആദ്യം നിന്റെ മോനെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് പോ, അല്ലെങ്കിൽ നിന്റെ മോൻ വിയെ ഇവിടെ വെച്ചേക്ക്. ഞാൻ നിന്നെ പോലെ ഒരു മോശമായ വ്യക്തിയാക്കി മാറ്റാം. ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന് കരയാതെ. എന്നിട്ട് അവരും ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. അതിനുശേഷം വിയും പാസ്റ്റ് അവന്റെ അമ്മയ്ക്ക് എന്തൊക്കെ സംഭവിച്ചെന്നറിയാതെ അവൻ മൊത്തത്തിൽ ടെൻഷനായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് മീറിനും വരുന്നത്. വി, നിന്റെ അമ്മയ്ക്ക് ഓർമ്മയിലും തിരിച്ചെന്നോ? എന്നിട്ട് അവൾ അടുത്തേക്കും ചോദിക്കുമ്പോഴാണ് അവൻ അവളോട് എല്ലാ സത്യം പറയും. മീറിൻ, എന്റെ അമ്മയ്ക്ക് ഇതൊരു ഓർമ്മ ഒന്നുമില്ല, പക്ഷെ നോണ്ടമ്മ അവരെന്തോ ചെയ്തിട്ടുണ്ട്. അവർ ഉപദ്രവിച്ച കാര്യമൊക്കെ എന്തോ എന്നോട് പറയാൻ വേണ്ടിയെന്ന്, പക്ഷെ അത് ക്ലിയർ ആയിട്ട് എന്നോട് പറഞ്ഞില്ല. അവർക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ ചോദിച്ചോളാം. നീ അതൊക്കെ വിട്, പോയ കാര്യം എന്തായി? കമ്പനി നിന്നെ എല്ലാവരും ചെയ്തോ? എന്നിട്ട് ഇവൻ പേടിക്കുമ്പോഴാണ് അവളും, ഓ വി, ഞാനിന്ന് കൊച്ചു വെച്ചല്ല, അതും നീ എന്റെ ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞ എന്നെ ആരെന്തോ ചെയ്യാനാ? എന്നിട്ട് അവള് കുറച്ച് ഷോ കാണിക്കുമ്പോഴാണ് അവൻ അവളെ കളിയാക്കുന്നത്. എന്തായാലും മീരിൻ, താറാവ് പോലെ ഇരുന്നുണ്ട് നീയൊക്കെ എന്തിനാ അവരെ കടിച്ചിടുന്നത്? എന്നിട്ട് അവനും പറഞ്ഞവിടെ അവളും ദേഷ്യപ്പെടും. അപ്പോഴാണ് അവനും, ഓക്കെ ഓക്കെ, ഇനി ഞാൻ അങ്ങനെ വിളിക്കത്തില്ല. നീ പറ, ബിഗ്നോയുടെ കാര്യത്തിൽ എന്തോ തീരുമാനത്തിയ? എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും, ഓ അതോ, നോൺ പറഞ്ഞ് ഇനി ബിഗ്നോ ആയിട്ട് ഡീലില്ലെന്ന്, അതായത് ഞങ്ങളെ പുറത്തേക്ക് പറഞ്ഞയച്ച്. എന്നിട്ട് ഇവള് പറയുമ്പോഴാണ് അവന് ഷോക്കായി. എന്തോ നോണിന് ബിഗ്നോ ആയിട്ട് ഡീൽ ചെയ്യണ്ടെന്നോ? അപ്പൂപ്പനൊന്നും പറഞ്ഞില്ല? എന്നിട്ട് ഇവനും ചോദിച്ചാടെ അവളും കുറച്ച് വെറുപ്പോടെ, എവിടുന്ന്? പുതിയ ബോസിന് അപ്പൂപ്പന്റെ അനുവാദമൊന്നും വേണ്ടെന്ന്, ആരോടൊക്കെ ബിസിനസ് ചെയ്യണമെന്ന് അദ്ദേഹം തന്നെ എല്ലാ തീരുമാനം എടുത്തോളന്ന്. എന്നിട്ട് ഇവള് പറയുമ്പോഴാണ് അവനും, ഓ എന്തായാലും നോണിന് ബിഗ്നോയുടെ ആവശ്യമൊന്നുമില്ല, അവന് ടാനെ തന്നെ ഉണ്ട്. സത്യം പറഞ്ഞ ബിഗ്നോയെക്കാളും ടാനയുടെ അടുത്ത കുറെ പൈസ ഉള്ള, പക്ഷെ പൈസയല്ലാതെ നമ്മൾ പേര് നോക്കുവാണെങ്കിൽ ബിഗ്നോയ്ക്കാണ് ഈ ലോകത്ത് നല്ല പേരുള്ളത്. അവരുടെ അടുത്ത് ബിസിനസ് ചെയ്താൽ നമ്മളും കൂടെ ഫേമസ് ആവും. എന്തായാലും കുഴപ്പമില്ല, ഇവ രണ്ടുപേരും യങ് ആയതുകൊണ്ട് കുറെ യങ് ആയിട്ടുള്ള ബിസിനസ്സുകാരെ അട്രാക്ട് ചെയ്യുന്ന തോന്നുന്നു. എന്തായാലും എനിക്ക് നോനോട് വിശ്വാസം ഉണ്ട്, പക്ഷെ എനിക്ക് ഡൗട്ട് എന്തോന്ന് വെച്ചാൽ ഈ ടാനിയോടെ. അവളെന്ന് എല്ലാവരും ഫ്രണ്ട് വെച്ച് പറഞ്ഞില്ലേ, ഇനി തൊട്ട് അവളും നോണും കൂടെ ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നതെന്ന്. എനിക്ക് അവളെ ഒരിക്കലും വിശ്വാസമില്ല. അവൾ എന്തുവാണ് ചെയ്യാൻ പോകുന്നത്? ഏതിന് അവനും മൊത്തത്തിൽ ടെൻഷനായിരിക്കും. അങ്ങനെ അന്ന് രാത്രി നോണിന്റെ സെക്രട്ടറിയും IT ടീമിലെ ഹെഡിനെ വിളിച്ച് അവനെയും മേവാക്കിനും കൂടെ നാളെ രാവിലെ 10 മണിക്ക് അവൾ അയച്ചെന്ന ലൊക്കേഷനിലേക്ക് നോണിനൊന്ന് മീറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം വിയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് അവന്റെ അമ്മയും വരുന്നത്. മോനെ വി, എന്നിട്ട് അമ്മയും വിളിച്ചോണ്ട് അടുത്തേക്ക് വരുമ്പോഴാണ് ഇത് കണ്ട് അവന് സന്തോഷത്തി, അമ്മേ നിങ്ങൾക്കെല്ലാം ഓർമ്മ വന്നോ? ഏതിന് അവരെ വിളിച്ചിട്ട് സംസാരിക്കും. അപ്പോഴാണ് അമ്മയും അവനോർത്ത് വിഷമിച്ചിട്ട്, വി, ഞാൻ എത്ര ദിവസമാ ഓർമ്മയില്ലാതിരുന്ന? ഏതിന് അമ്മ വഹിക്കുമ്പോഴാണ് അവനും, ഓ അമ്മേ ജസ്റ്റ് ഒരു ദിവസമേ ഉള്ളു, നിങ്ങൾ അധിക സമയമൊന്നും എടുത്തില്ല. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞായിരുന്നു. അതായത് നോണ്ടമ്മ നിങ്ങളോട് ക്രൂരമായിട്ട് ബിഹേവ് ചെയ്തെന്ന്. അതെന്തോന്ന് എന്നോട് പറയാവോ? നിങ്ങളുടെ ട്രീറ്റ്മെന്റിന് അത് ചിലപ്പോൾ യൂസ് ആകും. എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് അമ്മയെ എല്ലാ സത്യം അവനോട് എടുത്തു പറയുന്നത്. മോനെ വി, നിന്റെ അച്ഛനും ഞാൻ ലവ് മാരേജ് ആയിരുന്നു. അതേപോലെ നിന്റെ അച്ഛനെ മുമ്പേ തന്നെ അദ്ദേഹത്തിന്റെ ചേച്ചി, അതായത് നോണ്ടമ്മ നിന്റെ അപ്പൂപ്പന്റെ ബിസിനസിന് വേണ്ടി കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിന്റെ അച്ഛൻ വളർന്നതിന് ശേഷം ആ ബിസിനസ് നിന്റെ അപ്പൂപ്പൻ നോണിന്റെ അമ്മയ്ക്ക് കൊടുക്കാതെ നിന്റെ അച്ഛന്റെ അടുത്ത് ഏൽപ്പിച്ച്. അതുകൊണ്ട് അവർക്ക് ഞങ്ങളോടൊക്കെ നല്ല വെറുപ്പായി. എന്നിട്ട് അമ്മ പറയുമ്പോഴാണ് അവനും, ഓ ഇതേപോലെ ഇപ്പൊ ഞാനും നോണും അപ്പൂപ്പൻ ഇത്രയും വർഷം ഹാർഡ് വർക്ക് ചെയ്ത് അവനെടുക്കാതെ കമ്പനി എനിക്കെന്ന വിഷമത്തില അവനിപ്പോ ഉള്ളത്. എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് അമ്മ അവനോട് പറയുന്നത്, മോനെ വി, എന്തായാലും നിന്റെ അപ്പൂപ്പന് അവരോട് സ്നേഹമുണ്ട്. കാരണം നിന്നേക്കാളും നോണാ മൂത്തത്. ഞാൻ ആ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോവാൻ കാരണം നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം. കാരണം അതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിന്റെ അച്ഛനുണ്ടായിരുന്നു. പക്ഷെ നിന്റെ അച്ഛൻ പോയതിനു ശേഷം നോണ്ടമ്മ എന്നെ കുറെ ശല്യപ്പെടുത്താൻ തുടങ്ങി. എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ കുറെ അവരെന്നെ പേടിപ്പിച്ച്. എനിക്ക് അസുഖമുള്ളതുകൊണ്ട് പിന്നെ എനിക്ക് അവിടെ ജീവിക്കാൻ പേടിയായി. എനിക്ക് ഓർമ്മയില്ലാത്ത സമയത്ത് അവരെന്നോട് എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന ഓർത്ത്. അതേപോലെ തന്നെ ഞാൻ നിനക്കൊരു ഭാരമായിരിക്കാൻ വേണ്ടിയാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ. എന്നിട്ട് അമ്മയെല്ലാം എടുത്തു പറയുമ്പോഴാണ് ഇത് കേട്ട് അവന് വിഷമിച്ചിട്ട്, അമ്മേ നിങ്ങൾ എനിക്ക് എങ്ങനെയാ ഭാരമായിട്ട് മാറുന്നത്? നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ലെങ്കിലും എനിക്കത് വിഷമമൊന്നുമില്ല, കാരണം നിങ്ങൾ എന്റെ അമ്മയാ. ഏതിന് അവനവന്റെ അമ്മയായിട്ട് വിഷമിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അതേസമയം ഇപ്പൊ നോണും മറ്റന്മാരെ വിളിച്ച് സംസാരിക്കും. ഗൈസ്, ഞാൻ പറയാ നിങ്ങൾ എന്തിനാ ടാനിയ പറഞ്ഞിട്ട് ആ ഡാറ്റ എല്ലാം ലീക്ക് ചെയ്ത്? ഇത് കാരണം നമ്മുടെ കമ്പനി തന്നെ പൊളിഞ്ഞു പോയാന്. എന്നിട്ട് അവൻ ദേഷ്യപ്പെടുമ്പോഴാണ് അവരും, മിസ്റ്റർ നോൺ, ഞങ്ങൾ വിചാരിച്ച് നിങ്ങൾ പറഞ്ഞിട്ടായിരിക്കും ടാനിയ ഞങ്ങളോട് അങ്ങനെയൊന്നും പറഞ്ഞത്. കാരണം മിസ് ടാനിയ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് അല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ആ കാര്യം ചെയ്ത. എന്നിട്ട് അവന്മാരും പറയുമ്പോഴാണ് ഇത് കേട്ട് നോണും, എങ്കിൽ പിന്നെ ഇനി തൊട്ട് ഞാൻ പറയുന്ന മാത്രം കേട്ടാൽ മതി, ടാനിയ പറയുന്നൊന്നും കേൾക്കണ്ട. എന്നിട്ട് അവനും പറയുമ്പോഴാണ് IT ടീമിലെ ഹെഡും ചിരിച്ചിട്ട്, സത്യം പറഞ്ഞ അവര് പറഞ്ഞുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ ഈ കാര്യം ചെയ്ത. ഇത് കാരണം നിങ്ങൾ ബോസ് ആകുമെന്ന് ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യം ചെയ്ത. ഞങ്ങൾ ചെയ്ത സഹായത്തിന് ഞങ്ങൾക്ക് ബോണസ് ഒന്നുമില്ല. എന്നിട്ട് ഇവനും ചോദിക്കുമ്പോഴാണ് നോൺ അവരോട് ദേഷ്യപ്പെടുന്നത്. അപ്പോഴാണ് അവനും, മിസ്റ്റർ നോൺ, ഞങ്ങൾ മാത്രം സത്യം പുറത്തേക്ക് പോയി പറഞ്ഞ പിന്നെ നിങ്ങൾക്ക് പിന്നെ ബോസ് ആകാൻ പറ്റത്തില്ല, അതറിയോ? കൂടാതെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ കമ്പനി മൊത്തത്തിൽ പൊളിഞ്ഞു. അതിന്റെ ആവശ്യമുണ്ടോ? മിസ് ടാനിയ എന്റെ അടുത്തൊരു ഡീൽ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഈ കാര്യമൊക്കെ പുറത്തുപോയി പറയാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞങ്ങൾ അവരുടെ പേരൊന്നും പറയത്തില്ല. സോ മിസ്റ്റർ നോണിന്റെ പേരും പറയണ്ടെങ്കിൽ നിങ്ങളും എന്തെങ്കിലുമൊക്കെ ഡീൽ ചെയ്യാൻ പ്ലാൻ ചെയ്യും, അല്ലെങ്കിൽ സത്യം എല്ലാവരും അറിയും. എന്നിട്ട് അവനെ നോണിനെ പേടിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവൻ സംസാരിച്ചിട്ട്
മേവാഗം പറയുന്നിട്ട് എടാ മാനിറ്റ് നീ എന്തോടാ അവനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ച അവൻ നമ്മുടെ ബോസാ എടാ അവൻ നമ്മുടെ ബോസാന്നറിയാം പക്ഷെ നമ്മളിങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ അവന്മാരെല്ലാം ഈ പ്രശ്നം നമ്മുടെ തലയിലാക്കും എനിക്കറിയാം ഈ റിച്ച് ആയിട്ടുള്ള ആൾക്കാരിനെ കുറിച്ച് അവർ രക്ഷപ്പെടാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും സോ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ഡീൽ ചെയ്തേ പറ്റത്തുള്ളൂ നമുക്കാദ്യം ആ ടാനോട് ചെന്ന് സംസാരിക്കാം അവൾ എന്തോ പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് ഇനിയിപ്പോ ഞാൻ ചെയ്ത കാര്യത്തിന് ഇവരെന്ന് എനിക്കുള്ള റിവാർഡ് തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എല്ലാ സത്യവും പുറത്തേക്ക് പറയും എനിക്കങ്ങ് ഒരുത്തിനും പേടിയില്ല ഏതിന് അവന്മാരുണ്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം നോൺ യുവമാര് പറഞ്ഞിട്ട് നല്ല ദേഷ്യത്തിരിക്കും അതിനെ ശിവമാരും അന്ന് രാത്രി ടാനെ വിളിച്ച് സംസാരിക്കുമ്പോഴാണ് അവളും ദേഷ്യത്തെ അടുത്തേക്ക് വന്നിട്ട് എന്തുവാടാ ഈ സമയം തന്നെ എന്നെ വിളിച്ചെടുത്തിയ അത്രയ്ക്ക് അർജന്റായിട്ട് എന്തോ സംസാരിക്കുള്ള എന്നിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവന്മാരും എല്ലാം നമ്മുടെ കാര്യത്തിനെ കുറിച്ചാണ് ഇന്ന് മിസ്റ്റർ നോൺ ഞങ്ങൾ രണ്ടുപേരും വിളിച്ച് സംസാരിച്ച് ഇനി തൊട്ട് എന്ത് ചെയ്യുകയാണെങ്കിലും അവനോട് തന്നെ ചോദിച്ചിട്ട് ചെയ്യാൻ അല്ലാതെ നിങ്ങളായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണ്ടെന്ന് ഇനിയിപ്പോ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ ഇങ്ങനെ വെറുതെ വിടാൻ പോവാണോ ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും എന്തുവാ നിന്റെ അടുത്ത് പൈസ ചോദിക്കുവാണ് ഇപ്പം ഞാൻ ചോദിച്ചില്ല എന്തോ തെറ്റ് ഞങ്ങൾ ചെയ്ത് ചെറിയ കാര്യമൊന്നുമില്ല ഇത് റിസ്ക് ഉള്ള കാര്യമാണ് മിസ് ടാനിയ ഞങ്ങൾ ഉറപ്പായിട്ട് ഒരു കാര്യം പറയാം മിസ്റ്റർ നോണിന് നിങ്ങൾ ചെയ്ത കാര്യം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അയാൾ നല്ല ദേഷ്യത്തില്ല നിങ്ങളോട് മിക്കവാറും ഈ പ്രശ്നത്തിൽ നിന്ന് അയാൾ മാത്രം രക്ഷപ്പെടാനേ നോക്കത്തുള്ളൂ അതിനർത്ഥം അവസാനം നിങ്ങൾ മാത്രം പെട്ട് സോ ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഏത് സമയത്താണെങ്കിലും വിളിക്കാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ റെഡിയാ ഏതിന് ഇവർ തമ്മിലൊരു ഡീലിലെത്തും അങ്ങനെ അതോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വരുത്തിരുന്ന് അതിനുശേഷം എന്തൊക്കെ സമയം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം